നേപ്പാളിൽ പ്രളയത്തിൻ്റെ വാർത്തകൾ കൂടുതൽ ഭീകരമായി വരുന്നുണ്ട് എങ്കിലും ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ബോട്ടേഗാസി നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 170 കടന്നിരിക്കുകയാണ്. 300ഓളം ഇന്ത്യക്കാരെ കാണാനില്ലെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ സ്ഥിരീകരണമുണ്ട്. അതേസമയം ആശ്വാസമായി കൊച്ചിയിൽ നിന്ന് ഏജൻസി വഴി പോയ 36 അംഗ മലയാളി സംഘം ഹോട്ടലിൽ തിരിച്ചെത്തിയെന്നും ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നുണ്ട്. അനുരഞ്ജന, മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാണാതായ ആളുകളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല അവരെവിടെയാണ് എന്നതിൽ പോലും ഒരു ചെറിയ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുന്നത്? അതുല്യ, നിലവിലുള്ള ഏക ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്ന മലയാളികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചു, അവർ സുരക്ഷിതരാണ് എന്നുള്ള വാർത്തകൾ മാത്രമാണ്. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള നടപടികളും കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാണാതായവരെക്കുറിച്ചോ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചോ ഉള്ള വിവരങ്ങളോ തെരച്ചിലിൽ അവരെ കണ്ടുകിട്ടുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. മണിക്കൂറിൽ മരണസംഖ്യ വളരെയധികം ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. 170ഓളം ആളുകളുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല പലയിടങ്ങളിൽ നിന്നായി 8 ജില്ലകളിൽ നിന്നൊക്കെയായി തന്നെ ഒരുപാട് മൃതദേഹങ്ങളും കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. 400-ലധികം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 800-ലധികം പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. ഇതും ഔദ്യോഗികമായൊരു സ്ഥിരീകരണമല്ല. ഇതിൽ കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ടാവാനാണ് സാധ്യത. മരണസംഖ്യയും ഇനിയും അധികം ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ട് അധികൃതർക്ക് സാധിക്കുന്നില്ല. എല്ലാ കനത്ത വെള്ളപ്പൊക്കമൊക്കെ തന്നെ ഉണ്ടായതിനാൽ തന്നെ എല്ലാവിധ വിവരസാങ്കേതിക വിദ്യകളും എല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണാതായവരെ കണ്ടെത്താനുള്ള മാർഗങ്ങളും എല്ലാം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. എന്നാലും രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കാണാതായവരിൽ 140-ലധികം ഇന്ത്യക്കാരുമുണ്ട് എന്നതാണ് വിവരം. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ തുടരുകയാണ്. ചിത്വാൻ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് 64 മൃതദേഹങ്ങളും നവൽപരാസി ഈസ്റ്റിൽ നിന്ന് 26 മൃതദേഹങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ 28 പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാതെ ആയവരിൽ ഉൾപ്പെടുന്നുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രിയെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരുപാട് വിധ സഹായങ്ങളൊക്കെ തന്നെ നേപ്പാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രി ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അടിയന്തര സഹായമൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന യുപിയിലും ബീഹാറിലും കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ വീണ്ടും ഒരു മിന്നൽ പ്രളയ സാധ്യതയുണ്ട് എന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയതും സ്ഥിതി കൂടുതൽ ഗൗരവമാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല ഇന്ത്യ അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിർത്തിയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ബോട്ടേഗാസി നദിയിൽ പെട്ടുയർന്ന വെള്ളം നുവാക്കോട്ട്, നാഡിങ് ജില്ലകളിലൂടെ പാഞ്ഞൊഴുകി എത്തിയാണ് ഇത്രയും വലിയൊരു ദുരന്തം ഈ ഒരു ദിവസത്തിനകം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഇത്തരത്തിലുള്ള കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും തന്നെ ഇല്ലാണ്ട് അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. യാതൊരുവിധ തയ്യാറെടുപ്പുകളോ മുന്നൊരുക്കങ്ങളോ ഒന്നും എടുക്കാനുള്ള സമയവും സാഹചര്യവും ഒന്നും തന്നെ കിട്ടാതിരുന്നതുകൊണ്ട് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു പിന്നീട് നേപ്പാൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വീടുകളും ഗ്രാമങ്ങളും പാലങ്ങളും വലിയ വലിയ വാഹനങ്ങളും എല്ലാം തന്നെ ഒലിച്ചിറങ്ങി പോയി. ഒരുപാട് പേരുടെ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലുള്ള സാഹചര്യത്തിലേക്ക് തന്നെ സ്ഥിതി പോവുകയായിരുന്നു. വീടുകളും വാഹനങ്ങളും എല്ലാം തന്നെ ഒലിച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു വീഴുന്ന സാഹചര്യങ്ങളും വീഡിയോകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ടിബറ്റിൽ രേഖപ്പെടുത്തിയ 4.4 തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് വൻ ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ഇത് നദിയിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രളയത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. ഇത്തരമൊരു
ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമെന്നാണ് നിലവിലെ അധികൃതരുടെ ഒരു പ്രാഥമിക നിഗമനം. എന്നാലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ദുരന്തമുഖമായി മാറാനുള്ള ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതിൻ്റെ കൃത്യമായൊരു കാരണം എന്താണ് എന്നുള്ളതൊന്നും നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. പ്രാഥമിക നിഗമനങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും അധികൃതർ നിൽക്കുന്നത്. മാത്രമല്ല ആരൊക്കെ അപകടത്തിൽപ്പെട്ടു, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, എത്രത്തോളമാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് എന്നുള്ളതൊന്നും തന്നെ നിലവിൽ തിട്ടപ്പെടുത്താനായിട്ടുള്ള സാഹചര്യവും ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാരികളാണ്, തീർത്ഥാടന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കുള്ളൊരു സമയം കൂടിയാണ് നിലവിൽ. അതുകൊണ്ട് അതും അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ തന്നെ തടസ്സമായതും ഒരു ബുദ്ധിമുട്ടാണ്. ടൂറിസ്റ്റുകാരൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്നല്ലാണ്ട് മറ്റ് വിദേശ ഇടങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, US, മലേഷ്യ, UK, ദക്ഷിണ കൊറിയ, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദേശികളൊക്കെ തന്നെ അവിടെ ധാരാളം ഉണ്ട്. ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നേപ്പാൾ അധികൃതർ. അടിയന്തര സഹായത്തിനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യയിൽ നിന്നും ഉള്ള സഹായങ്ങളും മറ്റു പലയിടങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ തന്നെ നേപ്പാളിൽ എത്തുന്നുണ്ട്. മലയാളികളായിട്ടുള്ളവരുടെ നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികളൊക്കെ തന്നെ സംസ്ഥാനവും നടത്തുന്നുണ്ട്. വരും മണിക്കൂറിലും മരണനിരക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അതില്ല. ശരി ആഞ്ജുരഞ്ജന, എന്തായാലും അവിടെ നിന്ന് ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയെങ്കിലും എത്തിയിട്ടുണ്ട്. മലയാളികളായ വിനോദസഞ്ചാരികളുടെ 36 അംഗ സംഘം ഹോട്ടലിൽ തിരിച്ചെത്തിയെന്ന് ഇന്നലെ രാത്രി അടക്കം നമ്മൾ വിവരം നൽകുമ്പോഴെല്ലാം അവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത, അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് ലഭിച്ചത്. അവരെവിടെയാണ്, ഏതവസ്ഥയിലാണ് എന്നുള്ളൊരു കാര്യം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കൊച്ചിയിൽ നിന്ന് പോയ അവരിപ്പോൾ സുരക്ഷിതരായി ഹോട്ടലിൽ തിരികെ എത്തി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മലയാളികളായ ആളുകളെയും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യക്കാരെയും എല്ലാം സുരക്ഷിതമായി നാട്ടിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. പ്രളയത്തിലും അതുപോലെ തന്നെ ദുരന്തബാധിതരായിട്ടുള്ള നേപ്പാളിലെ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.